കേരളത്തിലെ CPM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് കേരളത്തിലെ CPMന് സംഭവിക്കും. കാരണം അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പലരും എന്നെ പരിഹസിച്ചു. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ കൂടെ നിൽക്കില്ല. ഇതിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിക്കുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഖജനാവിൽ നിന്ന് കോടികൾ എടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. കേരളം ഭരിച്ച ഒരു സർക്കാരും ഖജനാവ് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടില്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ PR-ന് വേണ്ടി തന്നെ കോടികളാണ് ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് അവരുടെ പ്രചരണം നടത്താൻ ഒരു തെറ്റുമില്ല. പക്ഷേ അത് സ്വന്തം പാർട്ടിയുടെ കയ്യിൽ നിന്ന് വേണം പണം എടുക്കാൻ വേണ്ടി. ഇത് ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ നേതൃത്വം കൊടുക്കുന്ന CPM പ്രചരണം നടത്തുന്നത്. കോടികളാണ് കേരളത്തിൽ അതിനുവേണ്ടി ചെലവാക്കിയത്. ബില്ലുകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ ബില്ല് പാസ്സാവുന്നില്ല. 5 മാസമായി 10 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ബില്ലുകൾ പാസ്സാകുന്നില്ല. 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പല ബില്ലുകളും വാങ്ങിച്ചു വയ്ക്കുകയാണ്. എല്ലാ ദിവസവും ധനകാര്യ വകുപ്പിലെ ഉത്തരവുകളാണ്. പണത്തിന്റെ നിയന്ത്രണം, പൈസ ഇല്ലാത്തതുകൊണ്ട് നിയന്ത്രണമാണ്. പക്ഷെ ഇതൊന്നും ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെയോ PR പ്രചരണങ്ങളെ ബാധിക്കുന്നില്ല. ഒരു സർക്കാരും ചെലവാക്കിയതിനെ അതിന്റെ എല്ലാ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.